എന്തായി കാണിക്കുന്നത്? ഞാനൊരാണ് തന്നെ. എന്നെ കൂടെ പ്രേമിച്ചാൽ എന്താ? സേതുവിന്റെ കയ്യിൽ മാലിന്യ പിടിച്ചെന്നോ? മാലിന്യയുടെ കയ്യിൽ സേതു പിടിച്ചെന്നാ? ഓ മൈ ഗോഡ്, മൈ പൂർ മെമ്മറി പവർ. താങ്ക് യു, താങ്ക് യു. സാർ, തേർഡ് ഇയർ BSc പഠിക്കുന്ന രവിയോട് വരാൻ പറയൂ. തേർഡ് ഇയർ BA ക്ലാസ്സിലെ സേതുവാണ് സാർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്, കറക്റ്റ്, യു ആർ കറക്റ്റ്. വരാൻ പറയൂ. ശരി സാർ. ഒരു മാസത്തേക്ക് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. Get out! അന്ന് രഹസ്യമായിട്ടല്ലേ പിടിച്ചത്, ഇന്ന് പരസ്യമായിട്ട് ഒറ്റ നടക്കരുത്. എല്ലാത്തിനും ഞാൻ കാച്ചിക്കളയും. അടുത്തേക്ക് വരരുത്. പരസ്യമായിട്ട് ഇവിടെ നിന്ന് ചുംബിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. അനിൽ, വരരുത്. ഞാൻ കൈവിട്. ജീവൻ നാശമുണ്ടെങ്കിൽ നീ പോയിക്കോ. സേതു, കളിക്കരുത്. അത്ര സഹിക്കുന്നില്ലെങ്കിൽ നീ കണ്ണുവത്ത്. അതിനുള്ളിൽ ഞാൻ എന്റെ ആഗ്രഹം സാധിച്ചോളാം. കൃഷ്ണ, അയ്യപ്പ, അയ്യോ എന്നെ കൊന്നേ, ആരോ എന്നെ കൊന്നേ. അയ്യോ ദ്രോഹിയതാ. അയ്യോ നാളെ കൊണ്ട് ക്ലാസ് തീരുകയാണ്. അടിച്ചും പിടിച്ചും കിടന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ പിരിയുമ്പോഴാണ് പ്രയാസം. ഞാൻ നാളെ ക്ലാസ്സിലോട്ടേ വരുന്നില്ല. അത് പറ്റില്ല. എല്ലാവരോടും യാത്ര പറയണ്ടേ? അതല്ലേ പ്രയാസം. അത് നിനക്ക് മാത്രമല്ലല്ലോ. പ്രായത്തിലും പരിചയത്തിലും നിങ്ങളിൽ നിന്നും
വളരെ മേലെയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെ ഒരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ അവസരത്തിൽ ഒരേ ഒരാൾ മാത്രം വന്നിട്ടില്ല. ആ സുഹൃത്തിനോടും വാ. എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. മാലിനി എന്റെ സഹോദരിയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു. അനിൽ, ഞാൻ സേതു, അനിൽ, വാ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ. പിണങ്ങിയോ? ബസ് പുറപ്പെടാറായി. ഇനി എന്നാ കാണുക? അറിയില്ല. ഞാൻ വീട്ടിൽ വരാം. എന്താ, വിശ്വാസമല്ലേ? കോളേജ് അടയ്ക്കുമ്പോ ഇതുപോലെ വാഗ്ദാനങ്ങളും കൊടുത്ത് പിരിയാറുണ്ട്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ബസ് നമ്പർ A436 അങ്കമാലി ചാലക്കുടി തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ഞാൻ പോട്ടെ. 10:35 പുറപ്പെടുന്നതാണ്. എന്നെ മറക്കരുത്. ചേച്ചി ചേച്ചി, ഒരു ലെറ്റർ. അച്ഛനെയും അമ്മയൊന്നും കാണിച്ചില്ല. അതെന്താ? കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, ചിലപ്പോ വല്ല സ്വകാര്യാണെങ്കിലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. അഥവാ ഉണ്ടായിരുന്നാലും ഞാനാരോടും പറയില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. നിനക്ക് വല്ല ഇടപാടുണ്ടോ? എന്നോട് പറയുന്നതാ നിനക്ക് നല്ലത്. ചേച്ചി, എന്റെ ക്ലാസ്സിൽ രമേശ് എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എപ്പോഴും എന്നെ തന്നെ നോക്കും. നീ നോക്കില്ലേ? ആദ്യം പേടിയായിരുന്നു, ഇപ്പൊ നോക്കും. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. അയ്യോ, ചതിക്കല്ലേ ചേച്ചി. ഇനി ഞാൻ നോക്കില്ല, സത്യമായിട്ട് നോക്കില്ല. ചേച്ചി വിശ്വസിച്ച ഞാൻ പറഞ്ഞത്. പറഞ്ഞാ പിന്നെ ഞാൻ വേണ്ടില്ല. നോക്കിക്കോ. അനിന്റെ ലെറ്റർ. എന്റെ കൊച്ചനിയത്തിക്ക് നന്ദി. ഡിയർ മാലിനി, സുഖാണോ? ഒത്തിരി എഴുതി നിന്നെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിൽ വരും. കാണാൻ കൊതിയാകുന്നു.
നിനക്കോ? മറുപടി അയക്കില്ലേ? മഷി ലാഭിക്കാൻ വേണ്ടിയാണോ ഇത്രയും കുറച്ച് എഴുതിയത്? എനിക്കറിയാം ക്ഷമ തീരെ ഇല്ലാത്ത ആളാണെന്ന്. എന്താ മറുപടി അയക്കില്ലേ എന്ന് ചോദിച്ചത്? പരീക്ഷിക്കുന്നതായിരിക്കും. അത് വേണ്ട. മാലിനി അനിലിന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കൂ. വീട്ടിലേക്ക് വേഗം വരണം. അനിലിന്റെ മാലിനി. അനിൽ, ഇതാ നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അമ്മേ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എനിക്ക് നേരത്തെ അറിയായിരുന്നു മോനെ. അതെങ്ങനെ? ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചിട്ടല്ല പാസ്സായത്. അത് മാത്രമല്ല മോനെ, ഈശ്വരാധീനം കൂടെ വേണം. ഇന്ന് ഉച്ചയ്ക്ക് അമ്മയുടെ വകയായിട്ട് പാൽപായസം. അത്രേ ഉള്ളോ? വെച്ച് തരാമല്ലോ. ഫ്രണ്ട്സിന്റെ നമ്പറോട് നോക്കട്ടെ. മാലിനി മാലിനി മാലിനി. പോക്കാണെന്നാണല്ലോ തോന്നുന്നത്. സാരില്ല, ജയിച്ചാലും ഞാൻ ജോലിക്കൊന്നും പോവില്ല. അപ്പൊ തോറ്റാന്താ? പിന്നെ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി നിന്നെ പഠിപ്പിച്ചത്? അതെ, നിനക്ക് അധികം പണം കടന്നിട്ടാ. എടി കുരുട്ടി പെണ്ണേ, എനിക്ക് 15 വയസ്സുള്ളപ്പോ ഞാൻ പഴയ തേർഡ് ഫോം പാസ്സായവളാണ്. അതും ആദ്യത്തെ പരീക്ഷയിൽ തന്നെ. അവള് പോയോ? അല്ലടി, ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഇല്ലെന്നാണല്ലോ തോന്നുന്നത്. ഇവിടെ ആരും ഇല്ലേ? മാലിനിയുടെ വീടല്ലേ ഇത്? എന്റെയും കൂടി വീടാ. മാലിനി ഇല്ലേ? കാണും. നിങ്ങൾ? എന്റെ പേര് അനിലെന്നാ. മാലിനിയുടെ ക്ലാസ്മേറ്റാ. അതുകൊണ്ട് ഒന്ന് കാണണമായിരുന്നു. സാധിക്കില്ല. ഓ, ആ നിക്ക്, ഞാൻ ചേച്ചിയെ വിളിക്കാം. ഇതൊരു വല്ലാത്ത സാധനം തന്നെ. അനിലോ? എവിടെ? ദൈവമേ, ഈ ചേച്ചിക്ക് എന്തു പറ്റി? അമ്മേ അമ്മേ, എന്റെ കൂടെ പഠിച്ചൊരു കുട്ടി വന്നിരിക്കുന്നു. ഇരിക്കാൻ പറഞ്ഞില്ലേ? അമ്മ പോയി പറ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ആൺകുട്ടിയാ. എന്താ പ്രായം? അമ്മ എന്തിനാ പെണ്ണിനോട് വെറുതെ ഓരോന്ന് ചോദിക്കുന്നത്? ആരായാലും വീട്ടിലേക്ക് വന്നതല്ലേ. വന്നതേ വേറെ ആരുമില്ല, എന്റെ എന്റെ പെണ്ണെ മുഴുവൻ പറഞ്ഞിട്ട് പോ. മോൻ വന്നിട്ട് ഒത്തിരി നേരമായോ? വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ ഇരിക്കാം. എടി, നീ കയറി ഇരിക്കാൻ പറഞ്ഞില്ലേ? ആ, ഞാൻ പറഞ്ഞില്ല. പെണ്ണെ, ഇത്ര അഹങ്കാരാവരുത് കേട്ടോ. എന്തായാലും ചേച്ചി ഒത്തിരി ഫീൽ ചെയ്യുന്നുണ്ട്. മതി വാചം അടിച്ചത്. നീ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്ക്. വേണ്ട, ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ. അത് സാരമില്ല, വെയിലത്ത് വന്നതല്ലേ. ഒരുമിച്ച് പഠിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്നിത്ര നാണം. അങ്ങോട്ട് ചെല്ല്. പെണ്ണ് കാണാൻ വന്നൊന്നല്ല. ചെലപ്പോ ആണെങ്കിലോ? അങ്ങനെ വരട്ടെ കഥ. പൊടി ദേ വരുന്നു. കാപ്പി വേണ്ടേ? പേടിച്ചിട്ടാ. എന്നെയോ? ആ, ചിലപ്പോ വീണ്ടും വരട്ടിയാലോ? ആളെങ്ങനെന്ന് മനസ്സിലായ പിന്നെ വരത്തില്ല. ആളെങ്ങനെയാ? തരക്കേടില്ല. താങ്ക്സ്. ആ, മാലിനി എവിടെ? അതിന് അവിടെ കഥകിന്റെ പുറകെ ഒളിച്ചു നിൽക്കുന്നു. ഒന്ന് വിളിക്ക്, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്നാലും ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഒരാള് വീട്ടിൽ വന്നാൽ അകത്ത് കയറി കഥ അടച്ചിരിക്കും, അല്ലെ? വീട്ടിൽ മിണ്ടാപ്പൂച്ചാണല്ലോ. എന്താ തോറ്റുപോയത്? എക്സാം നന്നായി എഴുതിയില്ലേ? ഇല്ല. അതെന്താ? പരീക്ഷയ്ക്കിരിക്കുമ്പോഴും മനസ്സ് മുഴുവൻ ആയിരുന്നു. അപ്പൊ പേപ്പർ മുഴുവൻ എന്റെ പേരെഴുതി വെച്ച് കാണും, അല്ലേ? അതെയോ? അല്ല, എനിക്കറിയില്ല എന്താ എഴുതിയതെന്ന്. ആ, ഞാൻ വരട്ടെ. അച്ഛൻ വന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി. ആ,
സംസാരിക്കാൻ ഒരാളിനെ തരാം. അമ്മൂമ്മ എവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ അറിയൂ. ഞാൻ അമ്മയെ സഹായിക്കട്ടെ. ആ എന്താ രാധേ? മേനോൻ. ആ മക്കളെ, എനിക്ക് 17 വയസ്സുള്ളപ്പോ ഇവളുടെ മുത്തച്ഛൻ എന്നെ കാണാൻ വന്നു. അന്ന് എന്നെ കണ്ട മായക്കുട്ടിയെ പോയി ഇതിലും നടമ. ആഹാ, ഉറങ്ങിയോ? വരൂ, ഊണ് കഴിക്കാം. അമ്മൂമ്മയുടെ അടുക്കളയിലുണ്ട്. ഇനി അടുത്ത കാലത്തൊന്നും എനിക്ക് മരണമില്ല. അതെന്താ? അത്ര ഭയങ്കര വധമല്ലേ അമ്മൂമ്മ നടത്തി കളഞ്ഞത്? അച്ഛനും അമ്മയും പോയി കണ്ടിട്ടാ കല്യാണം. ആ പെണ്ണിന്റെ എഴുത്ത് ഞാൻ വായിച്ചതാ. തട്ടൊന്നും വേണ്ട. ഇഷ്ടാണെങ്കിൽ ഒരുപക്ഷെ അല്ലെങ്കിലോ? ഇഷ്ടപ്പെടും ഇല്ലേ രാധമ്മേ? ആട്ടെ, നമ്മുടെ ആൾക്കാരാ. അത് മതി. എന്തായാലും എന്റെ ജോലി കുറച്ചു തന്നു. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഞങ്ങൾക്കൊരു സമ്മതക്കേടും ഇല്ല. തീയതി കുറിച്ച് കൊടുത്തയച്ചാ മതി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഹലോ. പേടിക്കണ്ട, മദ്യപാനം മാത്രമേ ഉള്ളൂ. ആളെ ഉപദ്രവിക്കില്ല. ഓ, നിനക്ക് അതിശയം തോന്നുന്നല്ലേ? എനിക്കിതില്ലാതെ ഉറങ്ങാൻ കഴിയില്ല. ഇതാണ് സസ്പെൻസ് എന്ന് പറയുന്നത്. ശരിക്കും നീ വിശ്വസിച്ചു അല്ലേ? നകുലം പറഞ്ഞ നടവാണിത്. ദേ, വേറൊരു കട്ടൻ ചായ ഇത്. നിനക്ക് വിശ്വാസമില്ലല്ലേ? നോക്ക്, നിന്റെ സംശയം ഒന്ന് തീർക്കണം. അല്പം കുടിച്ചു നോക്ക്. ബാക്കിയുള്ളവർക്കും കിടന്നുറങ്ങണം. ഇന്നലെ മുഴുവൻ ഉറക്കൊഴിച്ചതാ. അവൻ ഷൈൻ ചെയ്തിട്ട് പോയതുണ്ടോ? പറഞ്ഞത് ശരിയാ. ആ, വന്നു കയറി മുമ്പേ സ്വന്തക്കാരെ മണിയടി തുടങ്ങി. വേണ്ട, അവർക്കൊക്കെ ഉറങ്ങണ്ടേ? ഫസ്റ്റ് നൈറ്റ് ഒരു പാട്ടിൽ തുടങ്ങിയാൽ നന്നായിരിക്കും. എന്നാ ശബ്ദം താഴ്ത്തി പാടിയാ മതി. അയ്യോ, പാടാനുള്ള മൂടലിത്. പാട്ട് കേട്ടിട്ട് ഓക്കെ ഓൺ ചെയ്യട്ടെ? അയ്യോ, ആ തലതെറിച്ചവന്റെ പണിയാ.
റെഡി 1 2 3 4. മയിൽ പീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം, ശൃംഗാര പരിരംഭ ലീലാവിനോദം, ശൃംഗാര പരിരംഭ ലീലാവിനോദം, അവിരാമം വിരിയിച്ചു നവമാലിക. മയിൽ പീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം. ശശിരേഖവാനിൽ പൂർണേന്ദുവായി പരിവേശയായി ഭൂമി, ശശിരേഖവാനിൽ പൂർണേന്ദുവായി പരിവേശയായി ഭൂമി, കോരിത്തരിച്ചു രജനീ സുമങ്ങൾ, കോരിത്തരിച്ചു രജനീ സുമങ്ങൾ, ഇളം കാറ്റിൽ സ്വരം മൂളി സുരഭീവനം. മയിൽ പീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം. നിസരിനെ പസാസ ഗമ പഗ സമ സാനി പമ സാനി നിരെ രെ മമ പഗാരി നിരെ സ. മഴ ബിന്ദു വെള്ളി തരിമുല്ലയായി കിളിക്കൊഞ്ചലായി മോഹം, മഴ ബിന്ദു വെള്ളി തരിമുല്ലയായി കിളിക്കൊഞ്ചലായി മോഹം, വാരിക്കളിച്ചു കളിമണ്ണുവെണ്ണ, വാരിക്കളിച്ചു കളിമണ്ണുവെണ്ണ, കടലാസിൻ കളിയോടം ഒരുക്കും കരം. മയിൽ പീലി കൺകളിൽ മധുരാനുഭൂതി, ചൊടികളിൽ അഭിലാഷ മൃദുഹാസം. ലല